DC, writer, director അരുൺ മാധേശ്വരൻ. സോ അരുൺ മാധേശ്വരൻ്റെ കൂടെ ഫ്രാങ്ക്ലിൻ എന്ന് പറഞ്ഞ ഒന്ന് രണ്ട് അഡീഷണൽ റൈറ്റേഴ്സ് കൂടി ഈ സിനിമയ്ക്ക്. സൺ പിക്ചേഴ്സ് ആണ് പ്രൊഡക്ഷൻ. സ്റ്റാറിംഗ് ലോകേഷ് കനകരാജ്, സഞ്ജന, വാമിക, ഇവർ മൂന്നുപേരാണ് മെയിനായിട്ടുള്ള ആക്ടേഴ്സ് ഈ സിനിമയിൽ. ലോകേഷ് ആദ്യമായിട്ട് ആക്ടിങ്ങിലേക്ക് കടന്നു വരുന്ന ഒരു സിനിമ കൂടിയാണ് ആക്ച്വലി DC എന്ന് പറയുന്നത്. സോ ലോകേഷിൻ്റെ കരിയർ നമുക്ക് എല്ലാവർക്കും അറിയാം. ലിയോ വരെയും ഏത് ലെവലിലുള്ള ഒരു കരിയർ ആയിരുന്നു. പുലി വന്നതിന് ശേഷം ലോകേഷ് അനുഭവിച്ചിട്ടുള്ള ഭയങ്കരമായ ട്രോൾസും കാര്യങ്ങളെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. സോ August 14 കൂടി ഇറങ്ങിയത്. സോ August 14 സംഭവിച്ച ഒരു സെറ്റ് ബാക്കിന് ഓഗസ്റ്റിൽ തന്നെ ലോകേഷ് ഡയറക്ഷനിലെങ്കിൽ കൂടി വേറൊരു രീതിയിൽ അതിനെ എഗെയിൻസ്റ്റ് ആയിട്ട് അതിൻ്റെ ഒരു കമ്പാക്ക് നടത്തിയ ഒരു ഫിയറാണ് എനിക്ക് പേഴ്സണലി DC കിടക്കുന്നത്. DC എന്ന് പറയുമ്പോൾ ദേവദാസൻ ചന്ദ്ര ഒരു ഗാങ്സ്റ്ററിനും ഒരു ഹോറിനും ഇടയിൽ സംഭവിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലവ്. ആ ലവ് എന്ന് പറയുന്ന ഒരു ആ സിനിമയിൽ ഉടനീളം ആ ലവ് ഉണ്ട്. പക്ഷേ സിനിമ ഈസ് എ ഗാങ്സ്റ്റർ, പ്രോപ്പർ ഗാങ്സ്റ്റർ ഫിലിമാണ് ആക്ച്വലി DC എന്ന് പറയുന്നത്. സോ DCയിലേക്ക് വരുന്ന സമയത്ത് അരുൺ മാധേശ്വരൻ, ലോകേഷ് കനകരാജിൻ്റെ കൂടെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാട്ടും മേലെ നിൽക്കുന്നത് ആക്ച്വലി അനിരുദ്ധ് രവിചന്ദ്രൻ്റെ മ്യൂസിക്കാണ്. സോ ഈ സിനിമ മാർക്കറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള രീതി എന്ന് പറയുന്നത് അനിരുദ്ധ് രവിചന്ദ്രൻ്റെ മ്യൂസിക്കിനെ ബേസ് ചെയ്തിട്ട് മാത്രമാണ്. സോ അനിരുദ്ധ് നമുക്കറിയാം, ജനനായകൻ പോലത്തെ സിനിമ വരുന്നു, പാരഡൈസ് പോലത്തെ സിനിമ വരാനുണ്ട്, ഒരുപാട് സിനിമകൾ ചെയ്തു, ഒരുപാട് BGM ചെയ്തു. സോ ഇനി എന്താണ് അനിരുദ്ധ് നമുക്ക് അനിരുദ്ധിൻ്റെ കയ്യിൽ എന്താണുള്ളത് നോക്കുന്ന സമയത്ത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള ഒരു ആൽബം ആൻഡ് ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആക്ച്വലി DC കൊടുക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ DC ഫിലിം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മോർ ഓഫ് എൻ അനിരുദ്ധ് കോൺസെർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറുകൾ ആക്ച്വലി സിനിമയിനകത്തുണ്ട്. ആ സ്കോറുകൾ മാത്രം പോരല്ലോ, ആ സിനിമക്ക് അതിനനുസരിച്ചുള്ള സീനുകളും ആ സീനിൽ പ്രോപ്പറായിട്ടുള്ള ഈ സ്കോർ പ്ലേസിംഗ് കൂടി ഉള്ളപ്പോഴാണ് ഈ സിനിമ അതിഗംഭീരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. സർട്ടിഫിക്കറ്റ് ആണ് സിനിമ. ഭയങ്കരമായിട്ടുള്ള ബ്ലഡ് ഷെഡിങ്ങും ഹെവി ബ്ലഡ് ഷെഡിങ്ങും കുത്തും കൊലയും മറ്റേ തല കുടിക്കലും പരിപാടികളെല്ലാം ഇതിനകത്തുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഒരു അണ്ടർലൈൻ ഗൺ ആൻഡ് ഗുലാബ് എന്ന് പറയുന്ന ഒരു ഗൺ ആൻഡ് റോസസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അത് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ എനിക്ക് പേഴ്സണലി വേറൊരു സിനിമ ഫീൽ ചെയ്തില്ല. ഒരുപാട് സിനിമ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ കൂടി ആ ഗൺ ആൻഡ് റോസസ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് കൺവേ ചെയ്തിട്ടുള്ള ഒരു സിനിമ ഞാൻ ആദ്യമായിട്ടാണ് പേഴ്സണലി കാണുന്നത്. ലോകേഷ് കനകരാജിൻ്റെ പെർഫോമൻസിലേക്ക് വരുന്ന സമയത്ത് പെർഫോമൻസിനായിട്ടുള്ള ലാഗുകളും പ്രശ്നങ്ങളും പുള്ളി ഒരു ആദ്യമായിട്ട് അഭിനയിക്കുന്നതിൻ്റെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഡബ്ബിങ്ങിലും പെർസ്പെക്റ്റീവിലൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ബട്ട് സ്റ്റിൽ അത് വന്നിട്ടെന്ന് വെച്ചാൽ പുള്ളി അത് മാനേജ് ചെയ്തിട്ടുണ്ട്. സഞ്ജന വളരെ ചെറിയ റോളാണെങ്കിലും ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. കാരണം ഒരു ഓറയുള്ള ഒരു ക്യാരക്ടർ. ലോകേഷും സഞ്ജനയും തമ്മിലുള്ള കോൺവെർസേഷൻസ്, അവിടെ അനിരുദ്ധിൻ്റെ കത്തിക്കൽ ലിറ്ററലി എന്താ പറയുക, നമ്മൾ മറ്റേ പല ഇതിലും ഞാൻ അനിരുദ്ധിനെ പറ്റി പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പിയാനോ ബീച്ചിൽ നിന്ന് ഇങ്ങനെ തീയിട്ട് കത്തിക്കുന്ന ഒരു മീമുണ്ടല്ലോ, ആ മീം ശരിക്കും അച്ചട്ടായിട്ട് നടക്കുന്ന ഒരു പരിപാടിയായിരുന്നു. പക്ഷെ അത്രയും ക്ലാപ്സ്, അതായത് ആ BGM-ലാണ് നമ്മൾ ഈ സിനിമ കാണുന്ന സമയത്ത് ഈ സിനിമയോടൊപ്പം തന്നെ ഇനി എന്താണ് BGM എന്നുള്ളൊരു സർപ്രൈസും കൂടി ഉണ്ട്. സോ അത്തരത്തിലുള്ള എൻ്റെ ഒരു BGM ഞാൻ കുറേ കാലത്തിന് ശേഷം ഇത്രയും വന്നിട്ട് നോട്ട് ചെയ്യുന്നത്. എനിക്കൊന്ന് കത്തി, നമ്മുടെ ലിയോ, ബീസ്റ്റ്, ഈ ഒരു സിനിമയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അനിരുദ്ധിൻ്റെ അതായത് ഇതൊക്കെ വന്നിട്ട് സൂപ്പർ സ്റ്റാർ പടങ്ങളാണ്. പക്ഷേ ഇതെന്ന് പറയുന്നത് അനിരുദ്ധിൻ്റെ സോൺ വിട്ട് വേറൊരു ലെവലിലേക്ക് വന്നിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ടുള്ള സിനിമയാണ് DC എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വാമികയുടെ ക്യാരക്ടർ എന്ന് വെച്ചാൽ എന്താ പറയുക, നമ്മളില്ലേ ഇതൊരു ഔട്ട് ആൻഡ് ഔട്ട് ഗാങ്സ്റ്റർ ഫിലിമിൻ്റെ അകത്ത് വന്നിട്ട് ഒരു ഗംഭീരമായിട്ടുള്ള ലവ് ഇഞ്ചക്ട് ചെയ്ത് എങ്ങനെ ഉണ്ടാവും, അത് അത്തരത്തിലുള്ളൊരു ഫീൽ ആക്ച്വലി വാമിക ഇതിനുള്ളിലേക്ക് വരുമ്പം കിട്ടുന്നുണ്ട്. ലോകേഷിൻ്റെ ക്യാരക്ടറിൻ്റെ കൂടെയുള്ള അതിൻ്റെ സെറ്റ് പീസുകളുണ്ട്. പല ആക്ഷൻ സെറ്റ് പീസുകളും വന്നിട്ട് ഭയങ്കര ഗംഭീരമായിട്ട് ഫീൽ ചെയ്ത്. എല്ലാം ഞാൻ പറഞ്ഞില്ലേ, ഈ ഐസിങ് ഓൺ ദ കേക്ക് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഐസിങ് ഓൺ ദ കേക്ക് എന്ന് പറയുന്നത് അനിരുദ്ധിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. മറ്റുള്ള ടെക്നിക്കൽ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ മുകേഷാണ് ആക്ച്വലി ക്യാമറ ചെയ്തിട്ടുള്ളത്, പ്രസന്നയാണ് എഡിറ്റർ. അതുപോലെ തന്നെ നമ്മുടെ കോസ്റ്റ്യൂം ഡിസൈനർ ആക്ച്വലി അരുൺ മാധേശ്വരത്തിനാണ് ചെയ്തിട്ടുള്ളത്. ഈ പറയുന്ന പോലെ വാമികയുടെ ഫസ്റ്റ് ഇനീഷ്യലായിട്ടുള്ള എന്താ പറയുക കോസ്റ്റ്യൂംസ് ആണെങ്കിലും പിന്നെ വന്ന് സാരിയിൽ വന്ന കോസ്റ്റ്യൂംസ് അവർ തമ്മിലുള്ള കളർ കോമ്പിനേഷൻ, പുള്ളിയുടെ ലോങ് ഷോട്ടിന് വേണ്ടിയിട്ട് പറ്റിയ കുറേ സാധനങ്ങളുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ
പല പല സീനുകൾ, ആക്ഷൻ ബ്ലോക്കുകൾ, അതായത് ഈ ഹോർ ഹൗസിലെ ഒരു ആക്ഷൻ ബ്ലോക്ക്, അവിടെ അതിൻ്റെ ഒരു മ്യൂസിക് വരുന്നുണ്ട്. ക്ലൈമാക്സ്, ഏറ്റവും ക്ലൈമാക്സിൽ വന്നിട്ടെന്ന് വെച്ചാൽ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഒരു ഫൈറ്റ് സീക്വൻസിലേക്ക് വരുന്ന സമയത്തേക്ക് ഒരു ബീറ്റ് വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ സിനിമ പറയുമ്പം അരുൺ മാധേശ്വരനെക്കാട്ടും കൂടുതൽ എനിക്ക് പേഴ്സണലി വന്നിട്ട് പറയാനുള്ളത് അനിരുദ്ധ് എന്ന് പറയുന്ന മാസ്റ്ററിനെ പറ്റിയാണ്. കാരണം ലിറ്ററലി ഗൂസ് ബംസ് തരുന്ന മ്യൂസിക് അനിരുദ്ധ് ഇതിൻ്റെ അകത്തിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ എഡിറ്റും ചെയ്തിട്ടുണ്ട്. 2 മണിക്കൂർ 20 മിനിറ്റ് മാത്രമാണ് ആക്ച്വലി ഈ സിനിമയുള്ളത്. അത് നമുക്ക് ഒരു ഓക്കെ ഇത് റെഡിയാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് ഈ സിനിമ അവസാനിക്കുന്നിരിക്കുന്നത് തോന്നുന്നുണ്ട്. എൻഡ് ഓഫ് ദ ഡേ ഞാൻ പറഞ്ഞത് ഇതൊരു A സർട്ടിഫിക്കറ്റ് സിനിമയാണ്. ഇതൊരു കംപ്ലീറ്റ്ലി വന്നിട്ട് വേറൊരു തലത്തിലേക്ക് സീക്രട്ട് മറ്റേത് മറിച്ച് എല്ലാം ഗംഭീരമായിട്ട്, അല്ലെങ്കിൽ എല്ലാം ഉപയോഗിക്കുന്ന, ഗംഭീരമായിട്ടൊന്നുമല്ല, എല്ലാം ഉപയോഗിക്കുന്ന ഒരു സിനിമയാണ്. സോ അത് ഏത് ഓഡിയൻസ് എങ്ങനെയുള്ള സെൻസിൽ കാണണം എന്നുള്ളത് ഞാൻ എപ്പോഴും ഒരു ഭയങ്കര വയലൻ്റ് ആയിട്ടുള്ള സിനിമ വരുമ്പോൾ ഞാനിത് എപ്പോഴും പറയാറുള്ളത്. സോ എങ്ങനെ കാണണം എന്നുള്ളത് ഉണ്ട്. ഓഡിയൻസ് സെൻസിബിളായിട്ട് ഈ സിനിമ കാണുക എന്നുള്ളത് മാത്രമാണ്. കാരണം ബ്ലഡ് ഷെഡ് പോലെ സിനിമ, കാരണം ഇത്തരത്തിലുള്ളൊരു ഗാങ്സ്റ്റർ സിനിമ അതിനകത്ത് ബ്ലഡ് ഷെഡ് ഉണ്ടാവണം. അത് അതിൻ്റെ ഒരു പീക്കിൽ ഉണ്ടാകുന്നുണ്ട് ഈ സിനിമയിനകത്ത്. സോ അത് കാണേണ്ടുന്ന രീതി എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഓഡിയൻസും കാണുന്ന ആൾക്കാരും ഡിസൈഡ് ചെയ്യേണ്ടതാണ്. സോ ആകെ മൊത്തത്തിൽ ലോകേഷ് കനകരാജ് ഒരു പുള്ളി, ഞാൻ പറഞ്ഞല്ലോ, പുള്ളി അനുഭവിച്ച ആ ഒരു ട്രോമയും പുള്ളി അനുഭവിച്ച ആ ഒരു ട്രോളും കാര്യങ്ങളൊക്കെ വന്നിട്ടെന്ന് വെച്ചാൽ എന്താ പറയുക, അതിനൊക്കെ ഒരു വിരാമം വന്ന പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിലും കേരളത്തിലും ഈക്വലി പടം നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. അതിന് വർക്കൗട്ട് ആവുന്നതിൻ്റെ മെയിൻ സോൾ റീസൺ എന്ന് പറയുന്നത് ആക്ച്വലി അനിരുദ്ധിൻ്റെ BGM-ആണ്. ആൻഡ് അരുൺ മാധേശ്വരൻ ആഫ്റ്റർ ക്യാപ്റ്റൻ വിചാരിച്ച പോലെ അങ്ങനെ പോയില്ല, ആ സിനിമ അത്ര പോയില്ല. റോക്കി തന്നെയാണ് ഇപ്പോഴും പേഴ്സണൽ ഫേവറേറ്റ്. കീർത്തി സുരേഷിൻ്റെ പടം ഞാൻ അങ്ങനെ കണ്ടിട്ടുമില്ല. സോ അരുൺ മാധേശ്വരൻ്റെയും മേക്കിങ്, പുള്ളിയുടെ ഒരു ശൈലിയുണ്ട്, ഒരു ചെറിയ സീൻ, ബി റോൾസ് പരിപാടിയൊക്കെ ആയിട്ട്, അതൊക്കെ വളരെ നന്നായിട്ട് വർക്കൗട്ട് ആയിട്ട്. ചില ഫ്രെയിമുകൾ, അതായത് വാമിക വന്നിട്ട് അവളുടെ ആ ഒരു വോർ ഹൗസിൽ അവളെ രക്ഷിച്ചതിന് ശേഷം വന്നിട്ട് അവളുടെ ഒരു ബ്രീത്തിങ് സീൻ ഉണ്ട്, അതൊക്കെ ഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വന്നിട്ട് വെച്ചാൽ ഞാനത് പറയാൻ പാടില്ല, സിഗരറ്റ് സ്മോക്കിംഗ് വിട്ടിട്ടുണ്ടാവും ലോകേഷ്. അതിനുശേഷം വന്നിട്ട് രണ്ടാമത് തുടങ്ങുന്നൊരു സീക്വൻസ്. അതൊക്കെ ഞാൻ പറയുമ്പം ഇത് പ്രോപ്പറായിട്ട് കാണേണ്ടുന്ന രീതിയിൽ കാണുക, ഒരു സിനിമ എന്ന രീതിയിൽ കാണുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത്. സോ ആകെ മൊത്തത്തിൽ DC എനിക്ക് കംപ്ലീറ്റ്ലി സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള, മേ ബി എനിക്ക് ഒരു പ്രതീക്ഷ കുറവുണ്ടായിരിക്കാം, പക്ഷേ എനിക്ക് കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ് ആക്ച്വലി DC. എല്ലാവർക്കും കാണാൻ പറ്റുന്ന സിനിമയല്ല. DCയുടെ ഹൈപ്പ് കയറിയത് ഓബ്വിയസ്ലി ബൂംബാഡി എന്ന് പറഞ്ഞ സോങ് വന്നതിന് ശേഷം അതിൻ്റെ പ്ലേസ്മെൻറ്റ്, നമ്മുടെ ഹാങ് ഓവർ അതിൻ്റെ പ്ലേസ്മെൻറ്റ്, ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു മ്യൂസിക്കൽ ഗാങ്സ്റ്റർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്തരത്തിലുള്ളൊരു ഡെഡ്ലി കോമ്പിനേഷൻ ഉള്ള ഒരു സിനിമയാണ് ആക്ച്വലി DC, ദേവദാസൻ ചന്ദ്ര എന്ന് പറയുന്നത്. സോ ഒരു കിട്ടിലും നല്ല തിയേറ്ററിൽ, ഒരു ഗംഭീരമായിട്ടുള്ള സൗണ്ടുള്ള തിയേറ്ററിൽ കാണുന്ന സമയത്തേക്ക് എൻഡ് ടു എൻഡ് സൗണ്ടുകൾ നമുക്ക് കേൾക്കാൻ പറ്റുന്ന തിയേറ്ററിൽ കാണുന്നുണ്ടെങ്കിൽ ഒരു അരുൺ മാധേശ്വരൻ ബ്രില്യൻസ്, ഒരു അനിരുദ്ധ് മാജിക് നമുക്ക് ആക്ച്വലി DC എന്ന് പറയുന്ന സിനിമയിൽ കാണാൻ പറ്റും. സോ ഡു വാച്ച് DC in the theaters. Bye.